അവസാന നിമിഷം അള്ളാനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് മരിച്ചുപോയവനാണ്. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. എന്നാൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതിരുന്ന മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരേ ഒരു വിഷയം ഈ മനുഷ്യനെ കുറിച്ച് കള്ളുകുടിയനാണെന്ന് പറഞ്ഞതാണ്. അവിടെ വെച്ച് അതേ ആ മനുഷ്യനെ വിചാരണ ചെയ്യുമ്പോ അതേ മനുഷ്യന്റെ നന്മകളൊന്നാകെ ഈ രണ്ടാമത്തെ മനുഷ്യനങ്ങ് കൊടുക്കൂലേ, അവൻ നരകത്തിൽ പോവേണ്ടി വരൂലേ. അതുകൊണ്ടല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാള് കള്ളു കുടിക്കുന്നത് കണ്ടാൽ, അന്യപെണ്ണിനോട് കമന്റ് അടിക്കുന്നത് കണ്ടാൽ, അന്യപുരുഷന്റെ ബൈക്കിന്റെ പിന്നാലെ പെണ്ണുപോകുന്നത് കണ്ടാൽ, നാട്ടിൽ അങ്ങാടിയിലെ ഹോട്ടലിൽ പോയി നാലാളുകൾക്ക് ഇന്നയാളുടെ മകളെ ഇന്ന ചങ്ങാതിയുടെ കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വഷളാക്കാതെ, മോനെ കള്ളു കുടിക്കുന്ന യുവാവിനോട് പോയി പറഞ്ഞോ, നീ കള്ളു കുടിക്കരുത്, അത് വലിയ പാതകമാണ്, തെറ്റാണെന്ന് പറഞ്ഞോ. അവനോട് പറഞ്ഞാലല്ലേ കാര്യമുള്ളൂ. നാലാള് കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞതുകൊണ്ട് മോനെ എന്ത് കാര്യമാ ഉണ്ടാകുന്നത്? അതേ അന്യപുരുഷന്റെ കൂടെ ബൈക്കിൽ പോകുന്ന പെണ്ണിനെ കണ്ടാൽ അവളോട് ഉപദേശിച്ചോ, അവരുടെ മാതാവിനോടും പിതാവിനോടും ഉണർത്തി കൊടുത്തോ. നാട്ടിലൊന്ന് അവരുടെ അഭിമാനം കളങ്കപ്പെടുത്തിയത് കൊണ്ട് എന്താ മോനെ നിനക്ക് ലഭിക്കാനുള്ളത്? ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. അത് ഒരാളുടെ ന്യൂനത മറ്റൊരാളോട് പറയാൻ പാടില്ല. അങ്ങനെ ന്യൂനത മറച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു നമ്മുടെ ന്യൂനത ഖിയാമത്ത് നാളിൽ അങ്ങ് മറച്ചു വെച്ചു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.